ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മളെ പുതിയ ചാനലിലെ ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാറ്ററിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ 100 പത്തിരിക്ക് ഓർഡർ ഉണ്ട്, അതേപോലെ 45 പാലപ്പം, 45 നൂൽപുട്ട്, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ 65, അതേപോലെ ബീഫ് ഫ്രൈ, ചിക്കൻ കറി, ഇതിനൊക്കെയാണ് കേട്ടോ ഒന്ന് ഓർഡർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ അരി കഴുകി ഉണക്കി പൊടിച്ചെടുത്ത പൊടിയാണ്. അപ്പോൾ ഞാനിത് ഒരു 6 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അതിലേക്ക് വെള്ളം എടുത്തത് 7 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് തിളപ്പിച്ചെടുത്തു. വെള്ളത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടാണ്ട് തിളപ്പിച്ചെടുത്തതാട്ടോ. പിന്നെ അതിലേക്ക് പൊടി ഇട്ട് കൊടുത്താണ്ട് നല്ലോണം വാട്ടിയെടുക്കണം. അപ്പോൾ വേവ് കൂടാനും പറ്റില്ല കേട്ടോ. വേവ് കൂടിക്കഴിഞ്ഞാൽ നമ്മളിത് പരത്തുന്ന സമയത്ത് പരന്ന് കിട്ടൂല. അപ്പോൾ ആ വെള്ളത്തേക്ക് പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നല്ലോണം തിളക്കുമല്ലോ, ആ തിള വന്നതിന് ശേഷം പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പൊടി പാകത്ത് വേവിനായിട്ട് കിട്ടും. പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്നാണ് വറ്റും, എല്ലായിടത്തും പൊടി നനഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് പൊടി ഇങ്ങനെ കട്ട കെട്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരി പരത്തുമ്പോൾ റെഡിയായി കിട്ടൂല. പിന്നെ ഇതേപോലെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് ഇതുപോലെ തവി കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ബലം പിടിച്ചാണ്ട് ഒരുപാട് പ്രാവശ്യം അങ്ങനെ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ പൊടി കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി നൈസ് പത്തിരി കിട്ടും. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒരു 3 പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് കുഴച്ചെടുക്കാനുള്ളതുണ്ട് കേട്ടോ. ഒക്കെ കൂടെ ഒന്നായിട്ട് ഇട്ട് കുഴച്ചെടുക്കണില്ല, കുറേശ്ശെ ഇതുപോലെ ഈ പത്തിരി ഷീറ്റിക്ക് ഇട്ടിട്ട് കുറേശ്ശെ കേട്ടോ ഞാൻ കുഴച്ചെടുക്കണത്. 2-3 പ്രാവശ്യമൊക്കെ ഇട്ടിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഒക്കെ കൂടെ ഇട്ട് കുഴച്ചെടുക്കുമ്പോഴേ ആയി കിട്ടൂല. ഇതേപോലെ കുറേശ്ശെ ഇട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വലിയ ഭാരമായിട്ട് തോന്നില്ല. പിന്നെ കൂടുതൽ കാണുമ്പോഴും നമുക്കൊരു തലപ്പിരാന്തേക്കാരല്ലേ. അപ്പോൾ കുറേശ്ശെ ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഭാരമായിട്ട് തോന്നൂല. അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഐറ്റംസ് എടുത്താണ്ട് ഇതുപോലെ ഒന്നിങ്ങനെ കുത്തി കൊടുത്താലും മതി കേട്ടോ. ഞാൻ കൈയൊക്കെ വെള്ളത്തിൽ നനച്ചുകൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നല്ല ചൂടുണ്ട്. ഈ ചൂടിൽ ഇങ്ങോട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ എന്താ അറിയോ, പെട്ടെന്ന് ഇങ്ങോട്ട് കുഴയായി കിട്ടും കേട്ടോ. കുറേ സമയം നമ്മൾ ബലം പിടിച്ച് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം നമ്മൾ കൈയൊന്ന് ചൂടായാലും പച്ചവെള്ളത്തിൽ മുക്കി ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. പിന്നെ ഞാനിത് വീട്ടിൽ അരി കഴുകി പൊടിച്ചെടുത്ത പൊടി ആയതുകൊണ്ടാണ് കേട്ടോ. ഒരു കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ പാക്കറ്റ് പൊടി വാങ്ങിക്കുമല്ലോ, അത് വറുത്ത് വരുന്ന പൊടിയാണ്. അപ്പോൾ അതിക്ക് ഇത്ര വെള്ളം പോരട്ടോ, അതിലേറെ വെള്ളം വേണ്ടി വരും. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളമോ 1.25 കപ്പ് വെള്ളമൊക്കെ വേണ്ടി വരും. ഇത് വറുക്കാത്ത പൊടിയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ പച്ചരി കഴുകി ഉണക്കി പൊടിച്ചാണ്ട് അങ്ങനെ മില്ലിൽ കൊണ്ടുപോയാണ്ട് പൊടിപ്പിച്ച് കൊണ്ടുവരുന്നതാണ്. പക്ഷേ അത് വറുക്കൊന്നുമില്ല കേട്ടോ. എന്നാലും കുറേ ദിവസം കേടാവാതെ നിൽക്കും, മാസങ്ങളോളം കേടാവാതെ നിൽക്കും കേട്ടോ. നമ്മൾ ഇതേപോലെ തന്നെയാണ് അരി പൊടിച്ചെടുക്കൽ. പത്തിരിക്കാണെങ്കിലും ഇടിയപ്പത്തിനാണെങ്കിലും ഒക്കെ ഈ ഒരു അരിപ്പൊടി കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കൽ. അങ്ങനെ നമ്മൾ കുഴച്ചെടുത്ത മാവൊക്കെ ഞാൻ കയ്യിൽ കുറച്ചൊന്ന് എണ്ണയാക്കി കൊടുത്തിട്ട് ഇങ്ങനെ നീളത്തിലാക്കി ഇതുപോലെ ബോൾസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി അടച്ചു വെക്കണം, അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോവും. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും ഇതേപോലെ കുഴച്ച് ബോൾസാക്കി എടുക്കാനുള്ളതാണ്. 100 പത്തിരിയാണ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ അതവിടെ അടച്ചു വെച്ചു. പിന്നെ വീണ്ടും കുറച്ച് പൊടിയും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 പ്രാവശ്യമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാനിത് കുഴച്ചെടുത്തത്. അപ്പം അതേപോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ കയ്യുമ്മൽ വെള്ളം നനച്ചാണ്ട് ഇതുപോലെ നല്ലോണം കുഴച്ച് ബോൾസാക്കി എടുത്തപ്പോൾ ഒക്കെ കൂടെ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. പത്തിരിയൊക്കെ എല്ലാവരും ഉണ്ടാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ചില ആൾക്കാർക്ക് അറിയൂല അപ്പോഴും പത്തിരി ഉണ്ടാക്കാൻ. അപ്പോൾ ബാച്ചിലേഴ്സിനൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരമായിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ആക്കും. അങ്ങനെ കേട്ടോ ബാക്കിയുള്ള മാവും അതേപോലെ തന്നെ ഞാൻ കുഴച്ച് ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 100 ഉണ്ട് കേട്ടോ. എത്ര എണ്ണാണെന്ന് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. ഫസ്റ്റൊക്കെ എണ്ണീന്, പിന്നെ എണ്ണയൊക്കെ പഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും 100 ഉണ്ട്. അപ്പോൾ നമ്മൾ പത്തിരി ചുട്ടെടുക്കുന്ന സമയത്ത് ഇനിയിപ്പം കരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കളറ് മാറുകയൊക്കെ ചെയ്യൂലേ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് 100 എണ്ണം കറക്റ്റായിട്ട് കൊടുക്കും വേണ്ടേ. അപ്പോൾ കുറച്ചധികം ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിന് എടുക്കാമല്ലോ ബാക്കി ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാനിത് അവിടെ ഇങ്ങനെ പത്തിരി പ്രസ്സിൽ ഇട്ടേണ്ട ബോൾസ് ഒന്നും ഇങ്ങോട്ട് പരത്തിയെടുത്തിട്ട് പിന്നെ കുഴൽ വെച്ചിട്ട് പരത്തിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പത്തിരി പ്രസ്സിൽ വല്ലാതെ അങ്ങോട്ട് പരന്ന് കിട്ടൂല. പിന്നെ ഓയിലൊക്കെ ആക്കി കൊടുത്തുകൊണ്ട് അങ്ങനെ പരത്തിയെടുത്താൽ മതി. പക്ഷേ പത്തിരി ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് വീടിരിക്കലാണ് കേട്ടോ. നമുക്ക് ഈ ഓർഡർ തന്ന വീട്ടിൽ അപ്പോൾ ഒരു 5 മണിയാകുമ്പോഴത്തേനും അവർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കണം. ഒരു 4:45 ആകുമ്പോഴത്തേനും നമുക്ക് ഫുഡ് ഇവിടുന്ന് കൊടുത്തയക്കണം. അപ്പോൾ ഞാൻ രാത്രിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കുമ്പോൾ എന്താ അറിയോ, ഈ പത്തിരി പ്രസ്സിലിട്ടാണ്ട് പരത്തുന്ന പത്തിരി എൻ്റേത് അങ്ങനെയാണ് കേട്ടോ. വീട്ടിൽ നമ്മളങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കൊട്ടക്കും. രാവിലെ ആകുമ്പോഴത്തേന്
ബലം വെച്ചുകൊണ്ടാവും. ഇതാകുമ്പോൾ നല്ല നൈസായിട്ടുള്ള പത്തിരിയേക്കാരം, ബലം വെക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഞാനിങ്ങനെ കുഴൽ വെച്ച് പരത്തിയെടുക്കണത്. പിന്നെ പത്തിരിക്ക് നിങ്ങൾ എത്ര റേറ്റ് വാങ്ങലെന്ന് ചോദിക്കലുണ്ട്. അപ്പം നമ്മൾ ഒരു പത്തിരിക്ക് 6 രൂപ കേട്ടോ വാങ്ങൽ. അങ്ങനെ പത്തിരിയൊക്കെ ഞാൻ ചുട്ടെടുത്തു. അതേപോലെ പാലപ്പം ഉണ്ടായിനും, പാലപ്പവും ചുട്ടെടുത്തു, നൂൽപുട്ടും ചുട്ടെടുത്തു. പിന്നെ ചിക്കൻ 65 ഉണ്ടായിനും, അതേപോലെ ഇതിക്കുള്ള ചിക്കൻ കറി, പിന്നെ ബീഫ് വരട്ടിയത് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മളെ ഹൈഫ കിച്ചൺ ഫസ്റ്റ് ചാനലിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇടണ്ടേ, അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ പറ്റുന്ന കൂട്ടുകാരൊക്കെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കേട്ടോ നമ്മൾ ഫുഡൊക്കെ റെഡിയായി കറക്റ്റ് സമയത്തിന് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റി. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.